ഹായ് ഫ്രണ്ട്സ്, കാട്ടത്തെ കിളിക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഭാഷിൻ്റെ ജാതകത്തിൽ ദോഷങ്ങൾ യാതൊന്നുമില്ലെന്ന് അറിയുന്ന കിളിക്കൂടിലെ എല്ലാവരും വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. 4 ജ്യോത്സ്യന്മാരും ഒരുപോലെ കുടുംബക്ഷേത്രത്തിൽ ചെന്ന് പൂജാകർമ്മങ്ങൾ ചെയ്യാൻ നിർദ്ദേശിച്ചത് പ്രകാരം നിധി സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങളുടെ കുടുംബക്ഷേത്രം എവിടെയാണ് ഉള്ളത്? അതിന് സുധീഷാണെങ്കിൽ എല്ലാം അറിയാം എന്ന ഭാവത്തിൽ ചിരിച്ചുകൊണ്ട് ഒരു സംശയത്തോടെ ഹരീഷിൻ്റെ മേഘത്തേക്ക് നോക്കുവാണ്. അപ്പോൾ ഹരീഷ് മെല്ലെ പറയുന്നുണ്ട്, എന്നെ നോക്കണ്ട, എനിക്കറിയില്ല. എന്നിട്ട് ഹരീഷ് തിരിഞ്ഞ് നികേഷിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് നികേഷ് പറയുവാണ്, നിങ്ങൾക്കറിയാത്തത് എനിക്കെങ്ങനെ അറിയാനായിട്ടാ? ഈ സമയം സുഭാഷ് ആണെങ്കിൽ ഒന്നും അറിയാത്ത കൊച്ചു കുഞ്ഞിനെ പോലെ എല്ലാവരുടെ മുഖത്തേക്കും മാറി മാറി നോക്കുകയാണ്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടാ ഇത്? കുടുംബക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്തിനാ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നത്? നിങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ കുടുംബക്ഷേത്രം എവിടെയാണെന്ന്? അപ്പോൾ സുഭാഷ് പറയാണ്, എനിക്കെങ്ങനെ അറിയാനാ മോളെ, ഞാൻ ഇതുവരെ കുടുംബക്ഷേത്രത്തിലേക്ക് ചെന്നിട്ടില്ല. പിന്നെ ഞാൻ ജനിച്ചത് ഈ വീട്ടിൽ തന്നെയാണ്. ഈ വീട്ടിൽ തന്നെയായിരുന്നു അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും. അപ്പോൾ നിധിയാണെങ്കിൽ ചോദിക്കുകയാണ്, ഇങ്ങനെ ഏതെങ്കിലും കുടുംബം ഉണ്ടാവോ സ്വന്തം കുടുംബക്ഷേത്രം പോലും അറിയാത്തതായിട്ട്? അപ്പോൾ സുധീഷ് പറയാണ്, മറ്റു കുടുംബം പോലെയാണോ ഇത്? ഈ കുടുംബത്തിൽ ആർക്കും ഒന്നും അറിയില്ല. ഞങ്ങളൊക്കെ എന്താ ഇങ്ങനെ ആയിപ്പോയത്? ഈ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താ ഇങ്ങനെ ആയത്? ഞങ്ങളുടെ അച്ഛൻ എന്തിനാ അമ്മയെ കൊന്നത്? ദാ ഈ ഇരിക്കുന്ന നികേഷിൻ്റെ അമ്മ എങ്ങോട്ടാണ് പോയത്? അപ്പോൾ ഹരീഷ് പറയാണ്, ഇനി ആ പുറത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ ചിലപ്പോൾ അറിയാൻ കഴിഞ്ഞാലോ? അപ്പോൾ നിധി പറയുന്നത്, ശരിയാ, നിങ്ങൾക്കറിയില്ലെങ്കിലും അങ്കിളിനെ അറിയാമായിരിക്കുമല്ലോ, ഞാൻ ചെന്ന് അങ്കിളിനോട് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഭാസ്കരനാണെങ്കിൽ പുറത്ത് പാട്ടും കേട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നിധി അവിടെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അങ്കിളെ ഒന്ന് അകത്തേക്ക് വരാമോ, എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയണം, ഞാനിവിടെ പുറത്ത് സുഖമായിട്ട് പാട്ടും കേട്ടിരിക്കുകയായിരുന്നു, അതിനാരും സമ്മതിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ നിധിക്ക് പിന്നാലെ അകത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കണേ, എന്താ ഇവിടെ എല്ലാവർക്കും അറിയേണ്ടത്? അപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛാ, ജ്യോത്സ്യർ വന്നിട്ട് പറഞ്ഞായിരുന്നല്ലോ കുടുംബക്ഷേത്രത്തിൽ ചെന്ന് പൂജകൾ നടത്തിയാൽ നമ്മുടെ കുടുംബത്തിലെ ദോഷം മാറുമെന്ന്. കുടുംബക്ഷേത്രം എവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നത്, കുടുംബക്ഷേത്രമോ? എനിക്കറിയത്തില്ല. അത് കേൾക്കുന്ന നിധിയും സുഭാഷും ഒരല്പം നെട്ടലോടുകൂടി മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. എന്നിട്ട് നിധി ചോദിക്കണേ, അല്ലെങ്കിൽ അങ്കിളിൻ്റെ കുടുംബക്ഷേത്രം ഏതാണെന്ന് അങ്കിളിന് അറിയത്തില്ലേ? അപ്പോൾ ഭാസ്കരൻ പറയണ, എനിക്ക് കുടുംബം തന്നെ ഇല്ലെന്നാണ് പറയുന്നത്, പിന്നെ എവിടുന്നാണ് കുടുംബക്ഷേത്രം വന്നത്? ഞാനിതുവരെ കുടുംബക്ഷേത്രത്തിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ നിധി വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല അങ്കിളെ, ഈ കാരണവന്മാരില്ലേ, അങ്കിളിൻ്റെ അച്ഛൻ, അവരുടെ കുടുംബം, അവരൊക്കെ എവിടെയാണ് താമസിച്ചിരുന്നത്? അവരുടെ ക്ഷേത്രം ഏതാ? അപ്പോൾ ഭാസ്കരൻ പറയണം, മോള് പറഞ്ഞു വരുന്നത് കാരണവന്മാരെ കുറിച്ചാണോ? ഗ്രാൻഡ് മദർ അങ്ങനെ. അപ്പോൾ നിധിയാണെങ്കിൽ ഇപ്പോൾ ആവേശത്തോടെ, അതെ അങ്കിളെ, അതെ. അപ്പോൾ ഭാസ്കരൻ പറയാണ്, എനിക്കറിയത്തില്ല മോളെ, എനിക്കറിയായിരുന്നെങ്കിൽ ഞാൻ പറയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി വീണ്ടും നടന്ന് മുറ്റത്തേക്ക് പോവുകയാണ്. അന്നേരം നിധി സുഭാഷിനോട് ചോദിക്കണേ, എന്താ സുഭാഷ് ഏട്ടാ ഇത്? ഞാൻ കരുതിയത് അങ്കിളിന് അറിയായിരിക്കുമെന്നാ. അപ്പോൾ സുഭാഷ് പറയണേ, ഞാനും അങ്ങനെയാണ് മോളെ കരുതിയത്. ഞങ്ങൾക്ക് ആർക്കും അറിയില്ലെങ്കിലും അച്ഛനും ആ കുടുംബക്ഷേത്രത്തെക്കുറിച്ച് അറിയാം. ഇനിയിപ്പോൾ കുടുംബക്ഷേത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മൾ എന്താ ചെയ്യാം? അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എന്തായാലും ഇതുവരെ എത്തിയില്ലേ, ഇനി അതിനുള്ള മാർഗവും കണ്ടെത്താമെന്ന് പറഞ്ഞിട്ട് സുധീഷ് പുറത്തേക്ക് പോവുകയാണ്. ഇത് കഴിഞ്ഞ് സുഭാഷ് സാധനങ്ങൾ മേടിക്കാനായി കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, അല്ല സുഭാഷ് ഏട്ടൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കാര്യം നാട്ടുകാർ മുഴുവനും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സുഭാഷ് ഏട്ടനെ പുറത്ത് കണ്ട എല്ലാവരും ചോദ്യങ്ങളായി അടുത്തുകൂടും. അത് കേൾക്കുമ്പോൾ സുഭാഷ് ഏട്ടന് വിഷമാവും. അതുകൊണ്ട് സുഭാഷ് ഏട്ടൻ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് നികേഷിനെ കൂടെ പറഞ്ഞേക്കുകയാണ്. അങ്ങനെ നികേഷും സുഭാഷും കൂടിയിട്ട് കടയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാരാണ് സുഭാഷിനോട് ഓരോന്നായി ചോദിക്കണം, അല്ല സുഭാഷ്, നീ എപ്പോഴാണ് തിരികെ എത്തിയത്? നീ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയെന്ന് പറഞ്ഞ് നിൻ്റെ അനിയന്മാർ ഇവിടെ മുഴുവനും തിരയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ സുഭാഷ് പറയണം, അത് ഒന്നുമില്ല ഏട്ടാ, ഞാനിപ്പോൾ തിരികെ എത്തിയല്ലോ എന്ന് പറഞ്ഞ് അവർ ഡീൽ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരാണെങ്കിൽ ചോദ്യങ്ങൾക്ക് മേലെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെ നികേഷ് ആണെങ്കിൽ, നമുക്കൊന്നും വാങ്ങിക്കേണ്ട ഏട്ടാ, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്ന് സുഭാഷിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിയെല്ലാം ഓരോ ആൾക്കാരായി ചോദിക്കുന്നുണ്ട്, അല്ല സുഭാഷ്, നീ തിരികെ എത്തിയോ? നിന്നെ കാണാനില്ലെന്നോ, നീ എങ്ങോട്ടോ പോയെന്നോ, നീ ഇനി ഒരിക്കലും വരില്ലെന്നൊക്കെ പറഞ്ഞത്, അതൊക്കെ വെറുതെ ആണോ സുഭാഷിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷിനാണെങ്കിൽ ആരോടൊന്നും മറുപടി പറയാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ രണ്ടാളും വരുന്ന വഴിയിൽ സുഭാഷ് ആണെങ്കിൽ ഗംഗാധരനെ കാണുകയാണ്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ വീട്ടിൽ നിന്ന് പോയെന്ന് അറിഞ്ഞിട്ട് വലിയച്ഛനും അമ്മായിയും കൂടി വീട്ടിലൊന്ന് അന്വേഷിച്ചായിരുന്നല്ലോ, അത് ഞങ്ങൾ ആരും തീരെ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ സുഭാഷ് പറയണം, അതെടാ, ഈ സങ്കടത്തിനിടയിലും അവർ വീട്ടിലേക്ക് വന്നെന്നറിഞ്ഞതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് എന്ന് പറഞ്ഞിട്ട് സുഭാഷ് ആണെങ്കിൽ ഗംഗാധരനോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഗംഗാധരൻ സുഭാഷിനെ കണ്ട ഭാവം പോലും കാണിക്കാതെ നടന്നകന്ന് പോവുകയാണ്. അപ്പോൾ നികേഷ് ചോദിക്കുന്നുണ്ട്, അല്ല ഇത് ഏട്ടനെ കണ്ടിട്ട് ഒന്നും ചോദിക്കാതെയാണല്ലോ പോകുന്നത്. അപ്പോൾ സുഭാഷ് പറയണം, അതിനെന്താടാ, ഞാൻ ചെന്ന് സംസാരിച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് സുഭാഷ് വീണ്ടും ഗംഗാധരൻ്റെ പിന്നാലെ പോവുകയാണ്. എന്നിട്ട് സുഭാഷ് ആണെങ്കിൽ
ഗംഗാധരനെ വിളിച്ചിട്ട് പറയാണ്, വലിയച്ഛനും അമ്മായിയും കൂടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പോയതറിഞ്ഞ് കാര്യങ്ങൾ തിരക്കാൻ വന്നത് ഞാൻ അറിഞ്ഞായിരുന്നു. എനിക്കത് ഒത്തിരി സന്തോഷമായി വലിയച്ഛ എന്ന് പറയണം. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, എടാ നോക്കിക്കേ, ആ കുടുംബത്തിൽ ഞങ്ങൾക്ക് ഒരു അല്പ സഹതാപം ഉള്ളത് നിന്നോട് മാത്രമാണ്. അതുകൊണ്ടാണ് നീ വീട്ടിൽ നിന്ന് പോയെന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ ആ വീട്ടിലിട്ട് കയറി വന്നതും കാര്യങ്ങൾ തിരക്കിയതും. എന്ന് കരുതി നീ അതിൻ്റെ പേരും പറഞ്ഞ് ബന്ധം കൂടാനൊന്നും വന്നേക്കണ്ട. ഞങ്ങൾക്ക് ആർക്കും അത് തീരെ ഇഷ്ടമല്ല എന്ന് പറയാണ്. അപ്പോൾ സുഭാഷാണെങ്കിൽ ഒരു അല്പം സങ്കടത്തോടെ നിന്നിട്ട് ചോദിക്കുകയാണ്, അല്ല വലിയച്ഛ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അറിഞ്ഞിട്ട് ജ്യോത്സ്യരെ കൊണ്ടുവന്ന് പ്രശ്നം വെച്ച് നോക്കിയായിരുന്നു. അപ്പോൾ എല്ലാ ജ്യോത്സ്യരും പറഞ്ഞത് കുടുംബക്ഷേത്രത്തിൽ ചെന്ന് പൂജ കഴിച്ച് കഴിഞ്ഞാൽ കുടുംബത്തിലെ ദോഷം മൊത്തം മാറുമെന്നാണ്. ഞങ്ങൾക്കാണെങ്കിൽ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് അറിയില്ല. വലിയച്ഛൻ അതൊന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഗംഗാധരന് ദേഷ്യം വരുന്നുണ്ട്. ഗംഗാധരൻ പറയാണ്, ഇനി കുടുംബക്ഷേത്രം എവിടെയാണെന്ന് പറഞ്ഞിട്ട് വേണം, നീയും ഞാനും ഒക്കെ ഒരേ കുടുംബക്കാരാണെന്നും ഞങ്ങളെല്ലാവരും നീനെ സ്വീകരിച്ചെന്നും നീ നാട്ടുകാരോട് മൊത്തം പറഞ്ഞ് നടക്കാനായിട്ട്. നീ കുടുംബക്ഷേത്രം എവിടെയാണെന്നൊന്നും അറിയണ്ടടാ. ഇത്രയും കാലം ഇല്ലാത്ത ബന്ധവും പൂജയും ഒന്നും നിങ്ങൾ ആരും ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ഗംഗാധരൻ അവിടുന്ന് ദേഷ്യത്തിൽ നടന്നു പോവുകയാണ്. അപ്പോൾ നികേഷ് സുഭാഷിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയണം, അല്ല സുഭാഷ് ഏട്ടാ, അന്ന് പിന്നെ എന്തിനാ ഇവർ വീട്ടിൽ വന്ന് സുഭാഷ് ഏട്ടനെ കുറിച്ച് അന്വേഷിച്ചത്? എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇവർ സങ്കടം കൊണ്ടല്ല, സന്തോഷം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചത്. അപ്പോൾ സുഭാഷ് പറയണം, സാറിലടാ പോട്ടെ, നമുക്ക് കുടുംബക്ഷേത്രം എവിടെയാണെന്നൊക്കെ അറിയാൻ വേറെ ഏതെങ്കിലും മാർഗ്ഗം നോക്കാമെന്ന് പറഞ്ഞിട്ട് നടന്നു പോവുകയാണേ. ഇതേ സമയത്ത് നിധി സുകന്യയുടെ ഓർമ്മ വന്നിട്ട് സുകന്യയെ ഫോൺ ചെയ്ത് കുടുംബക്ഷേത്രത്തെക്കുറിച്ച് തിരക്കുന്നുണ്ട്. എന്നാൽ സുകന്യ പറയുന്നുണ്ട്, എനിക്ക് ക്ഷേത്രം എവിടെയാണെന്ന് കൃത്യമായി പറയാൻ അറിയില്ല. ഞാൻ അമ്മയുടെയും അച്ഛൻ്റെയും ഒപ്പം ആകെ 2 തവണയേ അവിടെ പോയിട്ടുള്ളൂ. അതും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് പോയിട്ടുള്ളത്. അങ്ങനെ നിധി ഡിസപ്പോയിൻ്റ് ആയിട്ട് കാള് കട്ട് ചെയ്യാണ്. രാത്രിയാവുമ്പോൾ സുഭാഷ് ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് സുധീഷിനെ കാണുകയാണ്. അങ്ങനെ സുധീഷും സുഭാഷും കൂടി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നടന്നു വരുന്ന വഴിക്ക് ഗംഗാധരനെ കാണുകയാണ്. ഗംഗാധരനാണെങ്കിൽ സുഭാഷിനെ കണ്ടിട്ട് പറയാണ്, എടാ സുഭാഷ്, നീ എന്നോട് രാവിലെ കുടുംബക്ഷേത്രത്തെക്കുറിച്ച് ചോദിച്ചല്ലോ. ഞാൻ അതെവിടെയാണെന്ന് പറയാം. മറ്റൊന്നും കൊണ്ടല്ല, അന്ന് സുകന്യയുടെ പ്രശ്നം വന്നപ്പോൾ നീ ഞങ്ങളെ സഹായിക്കുകയാണ് ചെയ്തത്. അത് ഓർത്ത് മാത്രമാണ്, അല്ലാണ്ട് നിൻ്റെ കുടുംബത്തിലെ വേറെ ആരെയും കരുതിയിട്ടല്ല കേട്ടോ. പിന്നെ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീ മാത്രം അങ്ങോട്ട് പോയാൽ മതി, വേറെ ആരെയും അങ്ങോട്ട് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞിട്ട് കുടുംബക്ഷേത്രം എവിടെയാണെന്നുള്ള കാര്യമൊക്കെ സുഭാഷിനോട് പറയുകയാണ്. അങ്ങനെ സുഭാഷിന് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നത്. ശരിക്കും ഗംഗാധരൻ സുഭാഷിനോട് വന്നിട്ട് കുടുംബക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞത് സുഭാഷിനോടുള്ള സ്നേഹം കൊണ്ടോ സുഭാഷ് ചെയ്തു കൊടുത്ത സഹായം കൊണ്ടോ ആയിരിക്കില്ല. നേരത്തെ സുധീഷ് ഗംഗാധരനെ ഒരു സന്യാസിയെ കൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്യിച്ചിട്ടാണ് ഗംഗാധരൻ സുഭാഷിനോട് ഈ കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നത്. ആ രംഗങ്ങൾ ഓർത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സുധീഷിനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. തുടർന്നുള്ള എപ്പിസോഡിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായവർ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.